ഹായ്, ഏതൊരു ചെറിയ കുട്ടിക്കും വളരെ സിമ്പിളായിട്ട് റുബിക് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റുബിക് ക്യൂബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഓർമ്മശക്തി കൂടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയാൻ റുബിക് ക്യൂബ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് വർദ്ധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ റുബിക് ക്യൂബ് കൊണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ റുബിക് ക്യൂബ് പഠിക്കാം എന്നുള്ളത് നോക്കാം. ഇത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ കയ്യിലൊരു റുബിക് ക്യൂബ് വേണം. റുബിക് ക്യൂബ് വാങ്ങുമ്പോൾ കുറച്ച് നല്ല റുബിക് ക്യൂബ് തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു 80 രൂപ ഒക്കെ കൊടുത്താൽ നല്ല റുബിക് ക്യൂബ് കിട്ടും. അതുപോലെ തന്നെ ഒരു പേനയും ഒരു പേപ്പറും നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ 8 സ്റ്റെപ്പുകളായിട്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 8 സ്റ്റെപ്പും നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും പെട്ടെന്ന് നിങ്ങൾ കാണാതെ പഠിച്ച് ചെയ്യാമെന്ന് ആഗ്രഹിക്കരുത്. ഒരുപാട് അത് നോക്കി ചെയ്യാം. നോക്കി ചെയ്ത് നിങ്ങൾക്കത് ഓൾറെഡി മൈൻഡിൽ കാണാതെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് വളരെ ഈസി ആയിട്ട് തോന്നും. അല്ലാതെ ഇത് ഒരുപാട് അൽഗോരിതങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതണ്ട. ഞാനും അതുപോലെ തന്നെയുണ്ട് പഠിച്ചിട്ടുള്ളത്. എഴുതി വെച്ചു, കുറേ വട്ടം ചെയ്തിട്ടാണ് ഞാനിത് കാണാതെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണാതെ പഠിക്കാൻ പറ്റും, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ റുബിക് ക്യൂബിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു പേനയും ഒരു പേപ്പറും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റുബിക് ക്യൂബിൻ്റെ വശങ്ങളെ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. റുബിക് ക്യൂബിൻ്റെ അപ്പർ ഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. മുകൾ ഭാഗം, അപ്പർ ഭാഗം യു എന്ന അക്ഷരം വെച്ചിട്ടാണ് അപ്പർ ഭാഗം അറിയപ്പെടുന്നത്. ക്യാപിറ്റൽ ലെറ്റർ യു. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് ആർ എന്ന അക്ഷരം വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്, ആർ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് അറിയുമ്പോൾ എൽ, ക്യാപിറ്റൽ എൽ വെച്ചിട്ടാണ് അറിയുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ്, ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരിക. ബാക്ക് സൈഡ് ബി എന്ന അക്ഷരം വെച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനോട് അനുബന്ധമായ ഭാഗം ഫ്രണ്ട് സൈഡാണ്, അത് ക്യാപിറ്റൽ എഫ് എന്ന അക്ഷരം. അത്ര കാര്യങ്ങളാണ് നമുക്കിതിൽ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എത്ര തിരിച്ചു കഴിഞ്ഞാലും സെൻറ്ററിലുള്ള ആ പോയിൻ്റ് ഒരിക്കലും ചേഞ്ച് ആകുകയില്ല. അത് ഏത് സമയത്തും ഒരുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. എപ്പോഴും നമ്മുടെ പിടിക്കുന്ന സമയത്ത് ഒരേ രൂപത്തിൽ തന്നെ പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം യെല്ലോ വരുന്ന രൂപത്തിലാണ് പിടിച്ചത്. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ മുകൾ ഭാഗം യെല്ലോ വരുന്ന രൂപത്തിൽ പിടിക്കണം. യെല്ലോൻ്റെ നേരെ താഴത്ത് ഏതാണ് ഉണ്ടാവുക? വൈറ്റാണ് ഉണ്ടാവുക. റുബിക് ക്യൂബ് പല കളറിലും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഞാനെടുത്ത റുബിക് ക്യൂബ് യെല്ലോ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ യെല്ലോയും വൈറ്റുള്ള റുബിക് ക്യൂബിനെ മാക്സിമം വാങ്ങാൻ നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ മുകൾ ഭാഗം യെല്ലോ വരുന്ന രൂപത്തിൽ ഞാൻ പിടിച്ചു. ഇനി ഇതിൻ്റെ എഡ്ജുകൾ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ എഡ്ജ് എന്ന് പറയുന്നത്. സെൻറ്ററിലെ എഡ്ജ് പോയിൻ്റുകളാണ് 4 എഡ്ജ്. ഇത് കോർണർ എഡ്ജുകളാണ് കേട്ടോ. സെൻറ്റർ എഡ്ജ്, കോർണർ എഡ്ജ്. ഓക്കെ, സെൻറ്ററത്തെ പീസ് ഒരിക്കലും ചേഞ്ച് ആക്കില്ല. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം യെല്ലോ ആക്കിയിട്ട് പിടിച്ചു. നമ്മുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഭാഗത്തിൻ്റെ 4 എഡ്ജും വൈറ്റാക്കുക എന്നുള്ളത്. വൈറ്റ് നല്ല ഏറ്റവും താഴത്തുള്ള കളർ ഈ 4 എഡ്ജിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ഘട്ടം. നമ്മുടെ ആദ്യ സ്റ്റെപ്പ് തുടങ്ങുകയാണ്. നമ്മൾ മുകൾ ഭാഗം യെല്ലോ ആക്കിയിട്ട് പിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 4 എഡ്ജുകൾ വൈറ്റ് ആക്കുക എന്നുള്ളതാണ്. വൈറ്റ് പൊസിഷൻ ആക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ യുക്തി വെച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ളതാണ്. ഏത് ഭാഗത്താണ് വൈറ്റ് ഉള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വൈറ്റിനെ നേരെ, ഇവിടെ വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് നേരെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാണ്. കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വൈറ്റ് കിട്ടി. ബാക്കിയുള്ള കോർണറൊന്നും നമ്മൾ നോക്കണ്ട. ഈ 4 എഡ്ജിലേക്ക് വൈറ്റ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഭാഗം നമുക്ക് കിട്ടി. ഇനി എവിടെയാണ് വൈറ്റ് വരുന്നത് നോക്കുക. ഇവിടെ താഴത്താണ്, അത് വേണ്ട. അപ്പോൾ എഡ്ജിൽ വരണം. ഇവിടെ ഇല്ല, ഈ ഭാഗത്തില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇങ്ങനെ തന്നെ നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സെൻറ്ററിലാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ, ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തി, ഈ എഡ്ജിലെത്തി. ഇനി നേരെ അത് മുകളിലേക്ക് പൊന്തിക്കാം. അപ്പോൾ 2 ഭാഗം കിട്ടി. ഇനി വേറെ എവിടെയാണ് ഉള്ളത് നോക്കുക. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ബാക്ക് സൈഡിൽ ഇതിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇനി ഇവിടേക്ക് എത്തിക്കണം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തത് പോകും. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് പോകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ സാധനം ഒന്ന് നമുക്ക് തിരിച്ച് വെക്കാം. അവിടെ ഇല്ലാത്ത രൂപത്തിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എഡ്ജില്ലാത്ത ഭാഗമായി മാറി. ഇനി ഇത് വല്ല മുകളിലേക്ക് പൊന്തിക്കുക. അപ്പോൾ അത് ഇവിടെ എത്തി. ഇനി നേരെ നമുക്ക് പൊന്തിച്ച് കൊടുത്താൽ മതി. പൊന്തിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മുകൾ ഭാഗത്ത് ഒരു എഡ്ജുള്ള ഭാഗമുണ്ട്.
അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തിരിച്ചു കൊടുക്കാൻ മുകളിൽ എന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ഭാഗം ഇങ്ങോട്ട് പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ 3 ഭാഗം റെഡിയായി. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ സെൻട്രൽ എഡ്ജില്ലാത്ത ഭാഗം എവിടെ ഉള്ളത് നോക്കുക. സെൻട്രൽ എഡ്ജുള്ള ഭാഗം എവിടെ ഉള്ളത് നോക്കുക. ഇവിടെ ഇല്ല. ഇനി നമുക്കുള്ളത് താഴത്താണ്. ഏറ്റവും താഴത്താണുള്ളത് സെൻട്രൽ എഡ്ജായ ഭാഗം. അപ്പോൾ അത് നേരെ മുകളിലേക്ക് പൊന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെയാണുള്ളത് ഉണ്ടോ, ഇവിടെയാണുള്ളത്. അത് നേരെ പൊന്തിക്കുമ്പോൾ ഈ ഭാഗം പോകും ഉണ്ടോ. അങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ഇത് പോകും. അപ്പോൾ ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചു വെക്കുക. ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴത്തുള്ളത് നേരെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഘട്ടം പൂർത്തിയായി. 4 എഡ്ജിലും വഹിച്ച് നമ്മൾ കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എങ്ങനെയൊക്കെ തിരിച്ചത് എന്നുള്ളത് അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വഹിച്ച് കൊണ്ടുവരുമ്പോൾ ഈ എഡ്ജിലുള്ള വഹിച്ച് കാണുമ്പോൾ ഇത് എങ്ങോട്ടാണ് പൊന്തിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 4 എഡ്ജിലേക്കും നമ്മൾ കൊണ്ടുപോകണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടം. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. യെല്ലോയുടെ 4 എഡ്ജിലും വഹിച്ചാക്കുക എന്നുള്ളതായിരുന്നു ആദ്യ സ്റ്റെപ്പ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ വഹിച്ചിൻ്റെ താഴത്തുള്ള വഹിച്ചിൻ്റെ 4 എഡ്ജിലേക്കും മുകളിലുള്ള വഹിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കിയ വഹിച്ചിൻ്റെ തൊട്ട് ചേർന്നുള്ള ഭാഗം ഏതാണ് എന്ന് നോക്കുക. അപ്പോൾ ഈ വഹിച്ചിനോട് ചേർന്നുള്ള ഭാഗം ഗ്രീനാണ്. അപ്പോൾ ഇത് ഗ്രീന് സെൻറ്ററായ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നും കൊണ്ടുപോകണം. ആദ്യം ഈ വഹിച്ചിനെ നമുക്ക് കൊണ്ടുപോകാം. ഈ വഹിച്ചിൻ്റെ ചേർന്നുള്ള ഭാഗം ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് സെൻറ്ററായ ഭാഗം എവിടെയാണ് നോക്കുക. ഇവിടെ അല്ല, ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെയാണ് ഗ്രീന് വരുന്നത്. ഗ്രീന് സെൻറ്ററായ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി വേണ്ടത് ഇത് നേരെ താഴത്തേക്ക് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ 180 ഡിഗ്രി താഴോട്ട് ആക്കിയാൽ മതി. നേരെ താഴോട്ടാക്കുക. നേരെ താഴോട്ടാക്കിയല്ലോ. അപ്പോൾ താഴത്ത് ഈ 2 എഡ്ജ് റെഡിയായി. ഈ 4 എഡ്ജാണ് റെഡിയാക്കാനുള്ളത്. ഇനി മുകളിൽ തന്നെ വരിക. അടുത്തത് എടുക്കുക. അതുപോലെ തന്നെ ചെയ്യാം. ഈ വൈറ്റിൻ്റെ നേരെ താഴത്തുള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് സെൻറ്ററായ ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓറഞ്ച് സെൻറ്ററായ ഭാഗത്തെത്തി അതിന് നേരെയാക്കിയിട്ട് പിടിക്കാം. ഇനി അതുപോലെ നേരെ താഴത്തേക്ക് തിരിക്കുക. 180 ഡിഗ്രി താഴത്തോട്ട് തിരിക്കുമ്പോൾ നേരെ താഴോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഭാഗം റെഡിയായി, ഈ ഭാഗം റെഡി. 2 എഡ്ജ് നമുക്ക് റെഡിയായി. ഇനി അടുത്ത എഡ്ജ് നമുക്ക് നോക്കാം. ഈ വൈറ്റ് എന്നോട് ചേർന്ന് നിൽക്കുന്നത് റെഡാണ്. അപ്പോൾ റെഡ് സെൻറ്ററായ ഭാഗത്തേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ നേരെ ഇതും അതുപോലെ താഴോട്ട് തിരിക്കുക. നേരെ അടിയിക്കാക്കിയാൽ മതി. അപ്പോൾ 3 ഭാഗം നമുക്ക് എഡ്ജ് റെഡിയായി. ഈ 4ാമത്തെ ഭാഗം ഇത് ഓൾറെഡി നീലിനോട് ചേർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് തിരിക്കാനില്ല, നേരെ താഴോട്ട് ആക്കിയാൽ മതി കേട്ടോ. ഈ വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്നത് ഗ്രീനാണ്, ബ്ലൂ ആണ്. ബ്ലൂ നേരെ റെഡി ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നേരെ താഴോട്ട് തിരിച്ചാൽ മതി. നേരെ താഴോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ താഴത്ത് നമ്മുടെ 4 എഡ്ജും റെഡിയായി. ഓൾറെഡി സെൻറ്റർ എഡ്ജ് വൈച്ചനായതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വൈച്ചായി. ഇനി നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. 3ാമത്തെ സ്റ്റെപ്പ് മുതലാണ് നമ്മുടെ അൽഗോരിതം വരുന്നത്. സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ നിങ്ങളുടെ പെന്നും പേപ്പറും നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. ഞാൻ എൻ്റെ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കാം ഈ അൽഗോരിതങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ നിന്ന് അത് ക്യാച്ച് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എഴുതി വെച്ചത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കണ്ടുപോകും. അപ്പോൾ നമ്മുടെ 2ാമത്തെ ഘട്ടത്തിൽ ഈ 4 എഡ്ജും റെഡിയായി. ഈ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഈ 4 കോർണറുകൾ വഹിച്ചാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് 1-2 ഭാഗം ആദ്യം തന്നെ സോൾവായി കിട്ടിയേക്കാം. ഇതിലിപ്പോൾ നമുക്ക് ഒറ്റ ഭാഗവും കോർണർ ഭാഗം അടിച്ച് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 3ാമത്തെ പ്രൊസീജിയറിൽ കടക്കാൻ പോവുകയാണ്. അതിന് വേണ്ടത് ആദ്യം നമ്മുടെ ഈ മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും വഹിച്ച് വന്നിട്ടുണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു വഹിച്ച് ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന ഭാഗം ഏതാണ് നോക്കുക. ഇതിലിപ്പോൾ ഓറഞ്ച് കളറാണ് ചേർന്ന ഭാഗം. അപ്പോൾ ഓറഞ്ച് സെൻറ്ററായ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓറഞ്ച് സെൻറ്ററായ ഭാഗത്തിലേക്ക് ഈ വഹിച്ചിനെ നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ വൈറ്റ് നിൽക്കുന്നത് റൈറ്റ് സൈഡിലാണ്. നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അതിനെ നമ്മുടെ ഫേസ് ആക്കിയിട്ട് പിടിക്കുക. വൈറ്റ് നിൽക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിന് ഒരു അൽഗോരിതം വരുന്നുണ്ട്. റൈറ്റ് സൈഡിനുള്ള അൽഗോരിതം ഇതാണ്: RUR'.
ആറ് എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് സൈഡ്. ഇത് ഒരു വട്ടം റൈസിലേക്ക് തിരിക്കുന്നതിനാണ് ആർ എന്ന് പറയുന്നത്. ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർ ഡാഷ്. യു എന്ന് പറഞ്ഞാൽ ഒന്ന് റൈറ്റിലേക്ക് യു, ഇതാണ് യു. യു യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് യു ഡാഷ്. ഓക്കെ, ഓരോന്നും പഠിക്കുന്ന സമയത്ത് ഓരോ ഭാഗങ്ങൾ പഠിക്കാം. ഇപ്പൊ നമ്മുടെ അൽഗോരിതം ആർ യു ആർ ഡാഷ്, ആർ യു ആർ ഡാഷ്. അപ്പൊ നമ്മുടെ ഒരു എഡ്ജ് റെഡിയായി. ഇനി നമുക്ക് 3 എഡ്ജും കൂടി റെഡിയാക്കണം. അതേപോലെ തന്നെ ഈ നോക്കി എവിടെയെങ്കിലും വൈറ്റ് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ഒരു വൈറ്റ് വരുന്നുണ്ട് മുകൾ ഭാഗത്ത്. ആ വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് സെൻറ്ററായ ഭാഗത്തെ കൊണ്ടുപോകണം. ഓൾറെഡി ഇത് സെൻറ്ററായ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം. ഇപ്പോഴും റൈറ്റ് സൈഡ് തന്നെയാണ് വൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആർ യു ആർ ഡാഷ്. അങ്ങനെ തന്നെ നിങ്ങൾ പറയുക, ചെയ്യുമ്പോഴും അത് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് മനപ്പാടാവും. ആർ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു, യു ആർ ഡാഷ് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ 2 എഡ്ജുകൾ റെഡിയായി, 2 കോർണർ എഡ്ജുകൾ റെഡിയായി. ഇനി 2 കൂടി ഉണ്ട്. ഇനിയും വൈറ്റ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. മുകൾ ഭാഗത്ത് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അതിനോട് ചേർന്നുള്ള ഭാഗം റെഡാണ്. റെഡ് സെൻറ്ററായ ഭാഗത്തേക്ക് അതിനെ കൊണ്ടുപോകും. സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും റൈറ്റ് സൈഡ് തന്നെയാണ് വൈറ്റ് ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൻ്റെ ഇക്വേഷൻ ആർ യു ആർ ഡാഷ്. 3 എഡ്ജുകൾ കോർണർ എഡ്ജുകൾ നമുക്ക് റെഡിയായി. ഇനി ഒരു എഡ്ജ് കൂടി ഇടാം. ഇനി മുകളിൽ എവിടെയെങ്കിലും വൈറ്റ് വരുന്നുണ്ടോ നമ്മൾ നോക്കുക. ഇപ്പോൾ വേറെ എവിടെയും വൈറ്റ് കാണുന്നില്ല. അപ്പോൾ വൈറ്റ് കാണുന്നില്ലെങ്കിൽ നമ്മളുള്ള ഭാഗത്ത് എവിടെ വരുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ താഴത്താണ് ഇവിടെ വൈറ്റ് വരുന്നത്, താഴത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വായത്തിൽ നേരെ മുകൾക്ക് കൊണ്ടുപോകണം. മുകൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയത് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കുക, അതിൻ്റെ എവിടെയാണ് നോക്കിയിട്ട് അത് നേരെ മുകൾക്ക് കൊണ്ടുപോകുക. മുകൾക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് തിരിച്ചു വെക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ റെഡിയാക്കിയത് താഴത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ താഴത്ത് നമ്മൾ റെഡിയാക്കിയത് അതുപോലെ തന്നെ ഉണ്ട്. ഈ വൈറ്റ് മുകൾക്ക് വന്നു. ഇനി അതിൻ്റെ ചാറിലുള്ള ഭാഗം ബ്ലൂ ആണ്. ബ്ലൂ സെൻറ്ററായ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകണം. ബ്ലൂ സെൻറ്ററായ ബ്ലൂ സെൻറ്ററായ ഭാഗത്തേക്ക് എത്തി. ഇപ്പോഴും വൈറ്റ് ഉള്ളത് എവിടെയാണ്? റൈറ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ ആർ യു ആർ ഡാഷ്. നമ്മുടെ എല്ലാ ഭാഗവും റെഡിയായി. ഇതാണ് നമ്മുടെ 3ാമത്തെ ഘട്ടം, എല്ലാ ഭാഗവും റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് ഫില്ലായി. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ മാത്രമാണ് നമുക്ക് വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രൂപം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് കൊണ്ട് മാർച്ച് വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കോർണർ ഭാഗം ഒന്നുകൂടി റെഡിയാക്കാണ്ട്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് കൂടി വരാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടാണ്. ഒരു ഭാഗം കൂടി റെഡിയാക്കാണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഭാഗം ഇവിടെ വരുന്നത് നോക്കുന്നു. ഇവിടെയാണ് വൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോട് ചാർന്നുള്ള ഭാഗം ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് സെൻറ്ററായ ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവന്നു. ഓൾറെഡി ഗ്രീൻ സെൻറ്ററായ ഭാഗത്താണുള്ളത്. ഇപ്പോൾ നമുക്ക് വൈറ്റ് വരുന്നത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, അല്ലേ? ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇക്വേഷൻ എൽ ഡാഷ് യു ഡാഷ് എൽ. എൽ ഡാഷ് എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് അങ്ങോട്ടാക്കുന്നു. ഇനി യു ഡാഷ്, നേരത്തെ യു ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ യു ഡാഷ് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് യു ഡാഷ് എൽ. എൽ എന്ന് പറയുമ്പോൾ അതങ്ങനെ അടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും റെഡിയായി. അങ്ങനെ ഇക്വേഷൻ വരുന്നതുകൊണ്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടിയത്തെ എല്ലാ ഭാഗവും നമ്മൾ റെഡിയായി. താഴ് ഭാഗത്തുള്ള എല്ലാ ഭാഗവും റെഡിയായി. ഇനി രണ്ടാമത്തെ ലെയർ നമ്മൾ ഒരേപോലെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് എല്ലാ ഭാഗവും റെഡിയാക്കി. 4ാമത്തെ സ്റ്റെപ്പ് 2ാമത്തെ ലെയർ ഒരേ കളറാക്കുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുകൾ ഭാഗത്തുള്ള എഡ്ജുകൾ, 4 എഡ്ജുകളിൽ യെല്ലോ വരാത്ത ഭാഗം നോക്കുക. യെല്ലോ ഇപ്പോൾ ഈ മുകളിൽ തന്നെ വരിക, അതുകൊണ്ടാണ് യെല്ലോ വരാത്ത ഭാഗം നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓറഞ്ചും ഗ്രീനും ആണ് വന്നത്, അല്ലേ? ഓറഞ്ച് മുകളിൽ വന്നു, ഗ്രീന് വന്നു. അപ്പോൾ ഇതിനോട് ഈ മുകളിലുള്ള ഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഇപ്പോൾ ഗ്രീനാണ്. അപ്പോൾ ആ ഗ്രീനിൻ്റെ സെൻറ്റർ എഡ്ജ് ഗ്രീനായുള്ള ഭാഗത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യം. വല്ല വരാത്ത ഭാഗം നോക്കി അതിൻ്റെ ഗ്രീനിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം സെയിം കളർ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ വന്നത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളർ മുകളിൽ ഉള്ളതിൻ്റെ സെയിം റൈറ്റ് സൈഡിലാണ് ഓറഞ്ച് ഉള്ളത്, അല്ലേ? ഏതെങ്കിലും ഭാഗത്തേ വരുള്ളൂ, റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലേ വരുള്ളൂ.
അപ്പോൾ ഈ ഓറഞ്ച് റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് യു ആർ ഡാഷ് യു ആർ ഡാഷ് എന്നാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. യു ആർ ഡാഷ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു എഡ്ജ് അതിന് നഷ്ടപ്പെടും നമ്മൾ അത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നു. വീണ്ടും ആദ്യം ചെയ്ത മൂന്നാമത്തെ സ്റ്റെപ്പ് അതേ പ്രൊസീജിയർ ചെയ്യണം. ഇപ്പോൾ ഈ വൈറ്റ് ഇവിടെ ഉണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്നത് ഓറഞ്ചാണ്. ആ ഓറഞ്ച് സെൻറ്ററായ ഭാഗത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. വൈറ്റ് ലെഫ്റ്റ് സൈഡിൻ്റെ ക്വസ്റ്റ്യൻ എൽ ഡാഷ് യു ഡാഷ് എൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ഫുൾ റെഡി ആയും ചെയ്ത് ഇതിലൊരു ഭാഗം കളർ റെഡി ആയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അതുപോലെ മുകളിൽ യെല്ലോ വരാത്ത ഭാഗം നോക്കാം. ഇത് റെഡാണ്, ഇവിടെ വന്നിട്ട് ബ്ലൂ ആണ്. ബ്ലൂ ഓൾറെഡി ഇതിനോട് സെറ്റ് ആയിട്ട് തന്നെ വന്ന് തിരിച്ച് നമ്മൾ ആക്കേണ്ടതില്ല. അപ്പോൾ ഈ റെഡ് ഭാഗം ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിൽ വന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഓറഞ്ച് ആണ്, റൈറ്റ് സൈഡിലാണ് നമുക്ക് റെഡ് വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം റൈറ്റ് സൈഡിൻ്റെ ഇക്വേഷൻ തന്നെ വേണ്ടത്. യു ആർ ഡാഷ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഒരു കോർണർ അടിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ തേർഡ് സ്റ്റെപ്പിൻ്റെ അതേ ഇക്വേഷൻ ഉപയോഗിക്കാം. വൈറ്റ് ഇവിടെയാണ്, വൈറ്റിനോട് ചേർന്നുള്ള ഭാഗം റെഡ്. അപ്പോൾ റെഡ് സെൻറ്ററായ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുപോകുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൻ്റെ ഇക്വേഷൻ എൽ ഡാഷ് യു ഡാഷ് എൽ. അപ്പോൾ എല്ലാ ഭാഗവും റെഡിയായി. നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ ലെയറും നമ്മൾ റെഡിയാക്കി. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഈ 4 എഡ്ജുകൾ യെല്ലോ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ മെത്തേഡ്. ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും 2 എഡ്ജ് ഓൾറെഡി റെഡിയാണ്. ഇനി നമുക്ക് ഈ 2 എഡ്ജും കൂടി റെഡിയാക്കിയാൽ മതി. ഇതിൽ നമുക്ക് 3 രൂപത്തിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയ്യുന്ന സമയത്ത് വരിക. ഒന്ന് ഇവിടെയും 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 യെല്ലോ ആയിട്ട് വരും. രണ്ടാമത് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇവിടെ വരും. മൂന്നാമതായിട്ട് ഒരു ഭാഗത്ത് മാത്രം റെഡി ആയിട്ടും വരും, ഒരു എഡ്ജ് മാത്രം റെഡി ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ ഈ 3 രൂപത്തിലും നമ്മൾ പിടിക്കേണ്ട രൂപം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് FRU R ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അതാണ് വരുന്നത്. ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ. ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെയും ആണെങ്കിൽ പിടിക്കേണ്ടതും നമ്മൾ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പിടിക്കുക. ഇവിടെ എല്ലോ ആണെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കണം, അല്ലാതെ നമ്മൾ ഇങ്ങനെ പിടിക്കരുത്. ഇവിടെ എല്ലോ ആണ് സമയത്ത് ഇങ്ങനെ പിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ FRU R ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് സ്മോൾ എഫ് ആണ് കേട്ടോ. സ്മോൾ എഫ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് തിരിക്കുന്നതിനാണ് സ്മോൾ എഫ് എന്ന് പറയുന്നത് കേട്ടോ. സ്മോൾ എഫ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ഫ്രണ്ട് സൈഡത്തെ ഒരുമിച്ച് തിരിക്കുന്നതിനാണ് സ്മോൾ എഫ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെയാണെങ്കിലും ഒരു എഡ്ജാണ് റെഡി ആവണമെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ് ക്യാപിറ്റൽ എഫ് വെച്ചിട്ട്. അപ്പം നമുക്ക് ചെയ്യാം. FRU RUF എന്നും പഠിച്ചു വെച്ചാൽ സുഖമാണ്. ലാസ്റ്റത്തെ ഡാഷ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം എഫ് ഫ്രണ്ട് FRU, ഇനി R ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. അപ്പോൾ നമുക്ക് ഈ 4 എഡ്ജും ഒറ്റ തിരിക്കൽ തന്നെ റെഡിയായി. കോർണറത്ത് നോക്കണ്ട, ഈ 4 എഡ്ജ് റെഡിയാക്കുക എന്നുള്ളതാണ് 5ാമത്തെ സ്റ്റെപ്പ്. അത് റെഡിയായി. 5ാമത്തെ സ്റ്റെപ്പ് വേറൊരു മെത്തേഡ് കൂടി ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ്, ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരാം, ഇവിടെയും വരാം. അപ്പോൾ പിടിക്കേണ്ടത് ഇതാണ്. നമ്മൾ സ്പേസിൽ നേരാക്കിയിട്ട് ഇങ്ങനെ തന്നെ പിടിക്കാം. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് FRU R ഡാഷ് യു ഡാഷ് എഫ്. അതിൻ്റെ എഫ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ മാത്രം സ്മോൾ എഫ് ആകെ ഈ ഒരു ഇക്വേഷൻ ഇത് മാത്രമേ വരുന്നുള്ളൂ സ്മോൾ എഫിൽ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ചെയ്യാം. സ്മോൾ എഫ് ആണ്. അപ്പം സ്മോൾ എഫ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് തിരിക്കലാണ് കേട്ടോ. FRU ഇനി R ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. അപ്പോൾ എഡ്ജ് റെഡിയായി. 4 എഡ്ജ് റെഡിയാക്കുക എന്നുള്ളതാണ് ആ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ 2 രൂപത്തിലും പഠിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഈ 4 എഡ്ജുകളും നമ്മൾ റെഡിയാക്കി. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 4 കോർണർ കൂടി
യെല്ലോ ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്കിതിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കിട്ടുന്ന സാഹചര്യം വരും. ഒരു എഡ്ജും കോർണർ എഡ്ജും റെഡി ആവാത്ത സാഹചര്യം വരും. ചിലപ്പോൾ 2 എഡ്ജ് റെഡി ആയിട്ടുള്ള സാഹചര്യം വരും. ഇതിലിപ്പോൾ ഒരു എഡ്ജ് റെഡി ആയിട്ടുള്ളതാണ്. ഒരു എഡ്ജ് റെഡി ആകുമ്പോൾ നമ്മളതിനെ പിടിക്കേണ്ടത് ഇപ്പം ഞാൻ പിടിച്ച രൂപത്തിൽ തന്നെയാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ യെല്ലോ വരുന്ന രൂപത്തിലാണ് നമ്മളതിനെ പിടിക്കേണ്ടത് ഒരു എഡ്ജ് റെഡി ആവുന്ന സമയത്ത്. ഇനി അതല്ല, നമുക്ക് 2 എഡ്ജ് റെഡി ആവുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഈ സൈഡിൽ യെല്ലോ വരുന്ന രൂപത്തിൽ നമ്മൾ പിടിക്കണം. അതായത് ഇവിടെയും എഡ്ജ് റെഡി ആയിട്ടുണ്ട് വെച്ചോളി. ഒരു യെല്ലോ ഈ ഒരു എഡ്ജ് ഇവിടെ റെഡി ആവുന്ന രൂപത്തിൽ വേണം നമ്മൾ പിടിക്കണമെങ്കിൽ. ഇനി അതല്ല, ഒറ്റ എഡ്ജും റെഡി ആയിട്ടില്ലെങ്കിൽ, ഈ എഡ്ജും റെഡി ആയിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ യെല്ലോ വരുന്ന രൂപത്തിൽ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് സൈഡിൻ്റെ ഈ സൈഡിൽ യെല്ലോ വരുന്ന രൂപത്തിൽ നമ്മൾ പിടിക്കണം. ഇപ്പം നമുക്ക് ഒരു ഭാഗം റെഡി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം യു ടു ആർ ഡാഷ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പിൽ മുകൾ ഭാഗം ഫുൾ റെഡിയായി. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു 7ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മളെല്ലാം റെഡിയാക്കി. ഇനി 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ 2 എഡ്ജുകൾ റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഓൾറെഡി ഇതിൽ 3 റെഡിയായി വന്നിട്ടുണ്ട്. ഒക്കെ റെഡി ആവാത്തുണ്ട്. എല്ലാ ഭാഗത്തിൻ്റെയും 2 കോർണർ സൈഡ് റെഡിയാക്കുക എന്നുള്ളതാണ്. അതായത് സൈഡ് ഭാഗത്തിൻ്റെ 2 കോർണർ സൈഡുകൾ ഒരുപോലെ ആക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഓൾറെഡി ഇത് ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ റെഡിയായ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ. എന്നിട്ട് ആ ഭാഗം ബാക്ക് സൈഡിലേക്കാണ് വെക്കേണ്ടത്. ഏതെങ്കിലും 2 ഭാഗം റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കുക. ഏതെങ്കിലും റെഡിയായ ഭാഗം നമ്മൾ ബാക്ക് സൈഡിൽ പിടിക്കണം. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. കുറച്ച് വലുതാണ്, പക്ഷെ നമ്മളത് കുറേ ചെയ്ത് ശീലിക്കുമ്പോൾ കാണാതെ പഠിക്കും. അപ്പോൾ നമുക്കതൊന്ന് അപ്പോൾ നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ 2 ഭാഗം റെഡി ആയത് ബാക്ക് സൈഡിലേക്ക് വെച്ചു. നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡ് 2 പ്രാവശ്യം ബി. ഇനി വരുന്നത് 6. ഇനി എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ഒന്നുകൂടി ആർ ടു 1 2 ആർ ടു. അപ്പം എല്ലാത്തിൻ്റെയും 2 കോർണറും റെഡിയായി. ഉണ്ടോ? ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ അവസാന സ്റ്റെപ്പാണ് 8ാമത്തെ സ്റ്റെപ്പ് റെഡിയാക്കുന്നതോടുകൂടി എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആവും. നമ്മൾ 8ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 8ാമത്തെ സ്റ്റെപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ 7ാമത്തെ സ്റ്റെപ്പിൽ 2 കോർണറുകളൊക്കെ റെഡിയായി. ചിലപ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഫുൾ ഭാഗം റെഡി ആയിട്ടുണ്ടാവും. ഫുൾ ഭാഗം റെഡി ആയിട്ടുണ്ടെങ്കിൽ അതേ ബാക്ക് സൈഡിലേക്ക് വെക്കുക. അപ്പോൾ ഇതിലൊന്നും ഫുള്ളായിട്ട് റെഡി ആയതില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഭാഗം ബാക്ക് സൈഡിലാക്കിയിട്ട് പിടിക്കുക. നമുക്കിതിൻ്റെ ഇക്വേഷൻ പഠിക്കാം. ആർ യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അവസാനത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് നോക്കാം. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു വരുമ്പോൾ 2 പ്രാവശ്യം 1 2. ഭാഗം റെഡിയായി. ഇനി ഒരു ഭാഗം റെഡി ആയത് വന്നിട്ടുണ്ടാവും. ഒരു ഭാഗം ഉള്ള റെഡിയായി. ചിലപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് എല്ലാം റെഡി ആയിക്കോളണം. ഇനി ഒരു വട്ടം കൂടി ഇത് ചെയ്യാണ് നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ പോകട്ടെ. അതേ സെയിം ഇക്വേഷൻ നമ്മൾ കാണിക്കുമ്പോൾ അതെല്ലാ ഭാഗം റെഡി ആയത് ബാക്കിലേക്ക് വെച്ചു. ഇനി ഒന്നുകൂടി ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. നമ്മുടെ എല്ലാ ഭാഗവും റെഡിയായി. ഇതിപ്പോൾ ഇത്രയും പ്രൊസീജിയർ വരുന്നുണ്ടെങ്കിലും
നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഠിപ്പിച്ച് തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ ഉള്ള പോലെ തോന്നുന്നത്. ഓക്കെ, ഈ റുബിക് ക്യൂബിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നത് നമുക്ക് പറ്റിയ പണിയല്ല, ഇതൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. നിർത്തരുത്, നിങ്ങൾ എഴുതി വെച്ചത് നോക്കിയിട്ട് തന്നെ ചെയ്യുക. ചെയ്യുമ്പോൾ അതോടൊപ്പം ആ അൽഗോരിതങ്ങൾ പറയുക കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് മനഃപ്പാടാകും. ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സംശയങ്ങൾ വരാം. എൻ്റെ നമ്പർ ഇതോടൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾക്കും റുബിക് ക്യൂബ് പെട്ടെന്ന് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാവും. ഇതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങുക. ആദ്യം റുബിക് ക്യൂബ് വാങ്ങുക, ഈ പറഞ്ഞ അൽഗോരിതങ്ങൾ എഴുതി വെക്കുക, പഠിക്കാം. താങ്ക് യു.